അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അനിയത്തിമാരെയും കൊണ്ട് ഷാമിൽ ഉപ്പയുടെ അരികിൽ നിന്നിറങ്ങുമ്പോൾ അവൻ ശരിക്കും സങ്കടപ്പെട്ടു. അത് റബ്ബേ, എൻ്റെ ഉപ്പാനെ എനിക്കിപ്പോൾ കാണാൻ പറ്റൂരല്ലോ. അല്ലാ, എൻ്റെ കുട്ടികളും ശരിക്കും തൻ്റെ പൊന്നു മക്കളെ പോലെ തന്നെയാണ് ഷാമിൽ പെങ്ങന്മാരെ നോക്കുന്നത്. എന്താ ചെയ്യുക, എൻ്റെ ഉപ്പാൻ്റെ കുട്ടികളല്ലേ, അതെൻ്റെ മക്കളെ പോലെ തന്നെയല്ലേ. അങ്ങനെ അത് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ മക്കൾ ചോദിക്കുന്നു, ഇക്കാക്ക നമ്മൾ എങ്ങോട്ട് പോകുന്നത്? മക്കളെ, നമ്മളെ വീട്ടിലേക്ക്. ഇക്കാക്ക വലിയൊരു വീടുണ്ടാക്കിയിട്ടില്ലേ, നമ്മളെ സ്വന്തം വീട്, ആ വീട്ടിലേക്കാണ് പോകുന്നത്. ഇക്കാക്ക അങ്ങോട്ട് പോവണ്ട. അതെന്താ? വേണ്ട, അത് ഞങ്ങൾ ഉമ്മച്ചി ചീത്ത പറയും. എന്താ മക്കളെ നിങ്ങളീ പറയുന്നത്? ഇക്കാക്ക നിങ്ങൾക്കും ഉപ്പാക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയതല്ല വീട്, ആ വീട്ടിലാണല്ലോ നിങ്ങൾ താമസിക്കേണ്ടത്. അല്ലാതെ ഞങ്ങൾ റസിയത്താൻ്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കോ? എൻ്റെ പൊന്നു മക്കളെ, ഉമ്മയുടെ കൂടെ നല്ല മക്കളായിട്ട് ജീവിക്കണം. ഇക്കാക്ക വരും കേട്ടോ. ഏകദേശം ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഇക്കാക്ക വരും. എന്നിട്ട് ഇൻഷാ അല്ലാ എൻ്റെ മക്കളെ നമുക്ക് ഗൾഫിലേക്കൊക്കെ ഒന്ന് പോകണം കേട്ടോ. ആദ്യം ഇക്കാക്കൊന്ന് പോയിട്ട് നമ്മുടെ ഉപ്പാൻ്റെ അസുഖമൊക്കെ മാറ്റണ്ടേ. ഉപ്പാക്ക് നല്ലൊരു ജീവിതം കൊടുക്കണ്ടേ നമുക്ക്. നല്ല മക്കളല്ലേ എൻ്റെ പൊന്നുമക്കൾ. ഇക്കക്ക് പോയാലും ഉമ്മച്ചി ഞങ്ങൾ ചീത്തമായി ഉപദ്രവിക്കുകയും ചെയ്യും. അതിൽ മൂത്തവളായ മറുവയുടെ ആ ഒരു വാക്ക് കേട്ട് ഷാമിൽ പറഞ്ഞു, മോളെ, ഇക്കാൻ്റെ കുട്ടി ഒന്നും വിഷമിക്കണ്ട, വിചാരിക്കണ്ട കേട്ടോ. അതൊന്നും ഉണ്ടാവില്ല, ഞാൻ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. മനമെല്ലാം മനസ്സോടു കൂടിയാണ് അവർ സ്വന്തം ഉമ്മയുടെ അടുത്തേക്ക് തന്നെ പോകുന്നത്. എന്നാൽ ഈ സമയം അതാ ഉമ്മ എപ്പോഴാന്നാവും അവർ വരിക. അങ്ങോട്ട് പോയിക്കണ്. ഇനി വന്നാൽ ഇനിയിപ്പോൾ ഒരു സുഖവും സമാധാനം ഉണ്ടോ, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ കേട്ടോ. കാരണം പെട്ടെന്ന് അങ്ങനെ കയറി വന്നാലേ. അങ്ങനെ അതാ ഷാമിലിൻ്റെ ഫോണിലേക്ക് എളാമ വിളിക്കുന്നു. ഇതാ നിങ്ങളുടെ ഉമ്മച്ചി വിളിക്കുന്നുണ്ട്, ഒന്ന് എടുത്തു നോക്കിയേ. ഹലോ, ആ എവിടെ എത്തി നിങ്ങളെ? തിരിച്ചു പോന്നോ? ഇന്ന് പോരുന്നില്ലേ? എവിടെ കാക്കാനടുത്ത് കൊടുത്താ? ഹലോ ഷാമിലേ, എവിടെ എത്തി? ഞങ്ങൾ പോന്നുകൊണ്ടിരിക്കണ്. ഓ, എന്നാ അവിടെ നിന്നൂടേനെ കുറച്ചു നേരമൊക്കെ, മക്കൾക്കൊന്ന് കണ്ടുകൂടേനെ ഉപ്പാനെ. ഇനിയിപ്പോൾ കാണോ അപ്പം അടുത്തൊക്കെ? എളാമ്മ, നിങ്ങൾക്കും വേണമെങ്കിൽ പോയി നോക്കുകയൊക്കെ ചെയ്യാം. അതിനുള്ള വണ്ടി ക്യാഷൊക്കെ ഞാൻ തരണ്ട്. വണ്ടി വിളിച്ച് പോയിക്കോണ്ടി. അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ കാറുണ്ടല്ലോ. ആ, ഡ്രൈവിംഗ് ഒക്കെ ഒന്ന് പഠിക്കണം അല്ലെങ്കിലും, അല്ല ഞാൻ പറ്റൂല. എളാമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് ഷാമിൽ ഒരു നിമിഷം, റബ്ബേ പഠിച്ചോനെ നീ കാത്ത് രക്ഷിക്കല്ല, നല്ല രീതിയിലാണെങ്കിലും നല്ല രീതിയിൽ. എന്നാൽ ശരി, ഇനിയിപ്പോൾ എത്ര മണിക്കൂർ പിടിക്കും? ഞങ്ങളൊരു 1.5 മണിക്കൂറുണ്ട് അവിടെ എത്തും ഇൻഷാ അല്ലാ. ആ ആയിക്കോട്ടെ, അത് പിന്നെ വരുന്നുണ്ട്, 1.5 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തുന്നാണ് പറഞ്ഞത്. ഞാൻ പറയും 1-2 ദിവസമൊക്കെ നിന്നൂടായിരുന്നോ ഇവിടെ? നമ്മളൊന്നും ഇങ്ങോട്ട് സുഖമായി നിന്നൊക്കെ വരുമ്പോൾ അപ്പോഴേക്കും ഒരു ശല്യമാണത്. ഇനിയിപ്പോൾ മക്കൾ വന്നാൽ പറയും വേണ്ട. മക്കൾ വന്ന് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലേ അതുപോലെ ഒന്നും അല്ലേ കാരട്ടോ. എൻ്റെ മുത്തേ, നിന്നെ കാണാതെ ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കുക? നീ വിളിച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഞാൻ ഓടി വരൂലേ. പിന്നെ നിങ്ങളെ ഭാര്യയ്ക്ക് സംശയം കൊടുക്കണ്ട കേട്ടോ. ഷൗക്കത്തെ, എൻ്റെ ഭാര്യയ്ക്ക് സംശയം കൂടിയാലും കുടുങ്ങിയില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ ഇഷ്ടമാണ് ഞാൻ ജീവിക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും നീ വിചാരിക്കണ്ട. പിന്നെ ഞാൻ എപ്പോൾ വിളിച്ചാലും നീ റെഡി ആവണം. ഓക്കെ, ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് പോവാലോ. ഈ മക്കളുണ്ടായിട്ടാണേ, മക്കളുണ്ടാകുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. മക്കൾ സ്കൂളിൽ പോലെ അപ്പോൾ തന്നെ വരാനാവും. ഇനിയിപ്പോൾ അന്നത്തെ പോലെ ടൂറ് കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് പോകുന്ന രക്ഷയുള്ളൂ, അല്ലാതൊരു സമാധാനം ഉണ്ടാവില്ല. ശരിക്കും മക്കൾ വരിക എന്ന് പറഞ്ഞപ്പോൾ അത് ആ ഉമ്മാക്ക് വല്ലാത്തൊരു ശല്യമായി. അത് പിന്നെ ഈ മക്കൾ അതൊരു ശല്യം തന്നെയാണ് കേട്ടോ. മക്കളെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ വയസ്സാം കാലത്തുള്ള ആ തന്തനെ കെട്ടിയിട്ടിപ്പോൾ എനിക്കാണ് കുട്ടികളുണ്ടായത്. ഒന്നുമില്ലാതെ നടക്കുകയാണെങ്കിൽ എന്ത് സുഖമായിരുന്നു. ശരിയാണടി, അതെ, മക്കളില്ലായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു അല്ലേ, നമുക്ക് ഇഷ്ടം പോലെ എൻജോയ് ചെയ്യായിരുന്നു അല്ലേ. അതെ, പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യാം? അതെ, 1.5 മണിക്കൂർ കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ മോനും മക്കളൊക്കെ ഇങ്ങോട്ട് എത്തും. അതൊക്കെ ഒരു ശല്യമാണ് ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ. പ്രശ്നമൊന്നുമില്ല, 2 ദിവസത്തിനുള്ളിൽ ഓന് പോകും. ഓൻ പോവും, അവിടെ നിൽക്കൊന്നുമില്ല. ഓൻ ഉണ്ടാകുമ്പോഴാണ് പേടി. മക്കളെ പിന്നെ എങ്ങനെയെങ്കിലും പറ്റിക്കാലോ. ഓൻ ഉണ്ടാകുമ്പോഴാണ് പേടി. ഭയങ്കര ഇതാണ്, എന്താ അറിയില്ല. എന്തൊക്കെ തന്നെയാലും നമുക്ക് നോക്കാം, എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കാം. എൻ്റെ പൊന്നെ, എന്തായാലും എന്നെ വിളിക്കാതിരിക്കരുത് കേട്ടോ നീ.
കാരണം എൻ്റെ മനസ്സിലിപ്പോൾ നീ മാത്രമാണ്. എൻ്റെ ഭാര്യ ഷെബിന ഉണ്ടല്ലോ, ഓളിപ്പോൾ ഗർഭിണി ആയതിനു ശേഷം അവൾ ഭയങ്കര വീക്കാണ്. ഓൾക്ക് തീരെ വയ്യ, ഓൾക്ക് സുഖമില്ല. എന്നോടൊന്നും ഒരു എൻജോയ്മെൻറ്റിനും ഹെൽപ്പിനും അവൾ വരുന്നില്ല. അവൾ എന്നിൽ നിന്ന് പകന്നിങ്ങനെ കഴിയാണ്. അവൾ എന്തൊക്കെ തന്നെയായാലും എനിക്കൊരു കുഴപ്പമില്ല. അവൾ അവളുടെ വീട്ടിലേക്ക് പോവുക വരിക എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എനിക്ക് നോ പ്രോബ്ലം. പിന്നെ ഇനിയിപ്പോൾ അവളും മക്കളും വീട്ടിലേക്ക് പോവുകയാണെങ്കിലും നിനക്ക് വേണമെങ്കിൽ എൻ്റെ വീട്ടിലേക്കും വരാട്ടോ. എന്താ ഒന്ന് വന്നാൽ പോരെ, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും നിന്നെ. എന്താ പറ്റില്ലേ? ആ, അതൊക്കെ നടക്കണം. പിന്നെ ഭാര്യൻ്റെ അടുത്തുനിന്ന് കിട്ടുന്നത് നോയിക്കൊണ്ടിട്ടോ. ഓ, എനിക്ക് അവളെ ഒരു പേടിയില്ല. അവളെക്കുറിച്ചും ചില തെറ്റായ വാർത്തകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായി അവളുടെ മുമ്പിലേക്ക് നിന്നെ കൈപിടിച്ച് ഞാൻ കൊണ്ടുപോകും. നോക്കിക്കോണ്ടേ. പിന്നെ നിനക്ക് മക്കളുണ്ടോ ഭർത്താവുണ്ടോ അതെനിക്കൊരു വിഷയമേ അല്ല കേട്ടോ. എന്നാൽ അല്പസമയത്തിന് ശേഷം അവൾക്ക് തോന്നി, പഠിച്ചോനെ ദാ ഇനി വെറും അരമണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. അതെ, ഇനി പോയിക്കോ. കാരണം ഇനിയിപ്പോൾ കണ്ട് പ്രശ്നമായി കഴിഞ്ഞാലേ ആകപ്പാട് ഗുലുമാലാകും. ചെല്ലി വേഗം പോയിക്കോ. ഓനാണ് എനിക്ക് കാശ് തരുന്നത്, ജീവിക്കാനൊക്കെയുള്ള ക്യാഷും ഇതൊക്കെ. അതുകൊണ്ടപ്പോൾ ജീവിക്കണത്. ഇത്രയും വലിയ വീടും വാഹനവും ഒക്കെ അവിടെ ഉണ്ടാക്കി തന്നതൊക്കെ അവനാണ്. ഇനിയിപ്പോൾ വേണ്ടാത്തതൊക്കെ കണ്ടു കഴിഞ്ഞാലേ അവനൊരു പക്ഷേ അറിഞ്ഞാൽ ആകപ്പാട് പ്രശ്നമായിരിക്കും. പൊയ്ക്കോ, ഇനി പിന്നെ വിളിക്കണം കേട്ടോ. എന്നാൽ ആ സമയം തന്നെ അതാ ഷൗക്കത്ത് അവിടെ നിന്ന് ഇറങ്ങുന്നു. പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി അതാ എളാമയെ ചേർത്ത് പിടിച്ച് അവൻ പറയുന്നു, വിളിക്കണം എന്തായാലും, ഓക്കെ. പിന്നെ പറഞ്ഞതുപോലെയൊക്കെ അങ്ങനെ അത് ഷൗക്കത്ത് അവിടെ നിന്ന് ഇറങ്ങുന്നു, ആരും കാണാതെ. എന്നാൽ അറിയാത്ത രീതിയിൽ എളാമ മക്കളെയും മകനെയും കാത്തിരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം അതാ അവൻ അങ്ങോട്ട് കയറി വന്നു. മക്കളും എളാമ ഉമ്രത്തേക്ക് ചെന്നു. ആ, മക്കളെത്തിയോ? ആകെ ക്ഷീണിച്ചിട്ടുണ്ടാവൂലേ? എന്നാൽ വരി ചായ കുടിക്കുക. ഞങ്ങൾ ചായയും ജ്യൂസൊക്കെ കുടിച്ചതാണ്. ആയിക്കോട്ടെ. എന്നാൽ ഉപ്പയെക്കുറിച്ച് ഒരു വാക്ക് ചോദിക്കുകയോ പറയുകയോ എളാമ ചെയ്തില്ല. ഉപ്പയുടെ സ്ഥിതി എന്താണെന്നോ എന്താ ഒന്നും ചോദിച്ചില്ല. സത്യം പറഞ്ഞ ഷാമിലിനത് കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി. അതെ, എന്നാലും ഉപ്പയുടെ അരികിൽ നിന്ന് വരികയാണ്, എന്തെങ്കിലും ഒന്ന് ചോദിക്കൂലോ. ഉപ്പയുടെ സ്ഥിതി എന്താ, സുഖമുണ്ടോ, ഒന്നുപോലും അവൾ ചോദിച്ചില്ല. എന്ന് മാത്രമല്ല, അവൾ ഫോൺ എടുത്തിട്ട് നേരെ ബെഡ്റൂമിലേക്ക് അങ്ങോട്ട് പോയി. എന്നാൽ മക്കളുടെ കാര്യത്തിൽ ഒന്ന് നോക്ക് ഒന്നും ചെയ്തില്ല. ഉമ്മച്ചി 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 ഓ തുടങ്ങി. എന്താ മക്കളെ, നിങ്ങൾ അവിടെ ഒരു ഭാഗത്ത് ഇരുന്ന് നോക്കി. പഠിക്കാളൊക്കെ പഠിച്ചോളി, ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇതുവരെ പണിയായിരുന്നു. ഈ വീട്ടിലത്തെ പണിയൊക്കെ കഴിക്കണ്ടേ? നിങ്ങളിഞ്ഞ് വന്നാൽ ഇത് ശല്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എവിടെങ്കിലും കുട്ടികളെ കൊണ്ടാക്കിയാൽ മതിയായിരുന്നു, വല്ല എത്തിയങ്കാനിയിലോ അവിടെ എവിടെയെങ്കിലൊക്കെ. അങ്ങനെ ആവുമ്പോൾ മാസത്തിലൊരിക്കലല്ലേ വരുള്ളൂ. ഇതിപ്പോൾ എന്നും ഇവിടെ ആകുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണേ ഓലെ ബാപ്പയില്ലാതെ നോക്കാനൊക്കെ. ശരിക്കും ആ ഒരു വാക്കുകൾ ഷാമിൽ കേട്ടു. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അത് വല്ലാതെ അങ്ങ് വേദന പടർത്തി. പഠിച്ചോനെ, 2 മക്കളെ കൊണ്ടാക്കിയിട്ട് എളാമെന്ത് ഒറ്റയ്ക്ക് ഇവിടെ. എല്ലാവർക്കും മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമായിരിക്കും വീട്ടിൽ. ഇതിപ്പോൾ എന്താ റബ്ബേ? അവന് ആ ഒരു വാക്കുകൾ അവൻ്റെ മനസ്സിലേക്ക് വല്ലാതെ അങ്ങ് തറച്ചു. ഷാമിലെ, എളാമ എണീറ്റ് വന്നു. ഷാമിലെ, ബാപ്പ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് മക്കളെയും കൊണ്ടൊക്കെ എനിക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാനിപ്പോൾ എന്താ ചെയ്യാറ്? ഞാൻ എന്തെങ്കിലും ചെറിയ ജോലിക്ക് എന്തെങ്കിലും പുറത്തേക്ക് പോയാലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ മക്കളെ കാര്യത്തിൽ നോക്കാൻ ഇതിനൊക്കെ ബുദ്ധിമുട്ടുമാണ്. ഒന്നും കിട്ടിയിട്ടൊന്നുമല്ല, എന്നാലും ഇപ്പോൾ ഒരു ഇടങ്ങാറല്ലേ. ഈ മക്കൾ നിങ്ങളിപ്പം കൂടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടെ ബുദ്ധിമുട്ടാണ്. ഷാമിലിന് വല്ലാതായിപ്പോയി. എളാമ്മ, എന്ത് നിങ്ങൾ പറയുന്നത്? എത്തിങ്ങാനയിലൊക്കെ സീറ്റൊക്കെ ഉണ്ടാവും. ബാപ്പാരില്ലാത്ത മക്കളും ബാപ്പാർക്ക് സുഖമില്ലാത്ത മക്കളൊക്കെ ആവുമ്പോഴേ. എളാമ്മ, മക്കളെ എങ്ങനെ വേണമെങ്കിലും പഠിപ്പിക്കാനും അതിനുള്ള ക്യാഷ് ഞാൻ തരും. അത് എവിടെ വേണമെങ്കിലും മക്കളെ ഞാൻ പഠിപ്പിക്കും. പക്ഷേ എത്തിങ്കാന എന്നൊക്കെ പറഞ്ഞാൽ പാവപ്പെട്ട ഉമ്മയും ഉപ്പയൊന്നും ഇല്ലാത്ത, അവരെ പോറ്റാൻ ആരുമില്ലാത്ത ആളുകൾ പഠിക്കുന്ന സ്ഥലമാണ് എത്തിങ്കാന, ആരാരുമില്ലാത്തവർക്ക്. പക്ഷെ എൻ്റെ മക്കൾക്ക് അവർക്ക് എന്തിൻ്റെ കുറവാണ് ഇവിടെ? ഇത്രയും വലിയ വീടും സ്ഥലവും സൗകര്യങ്ങളും എല്ലാമുള്ള വീട്ടിലെ മക്കൾ എത്തിങ്കാനയിൽ കൊണ്ടാക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും? ഷാമിലെ, അതൊക്കെ ശരി തന്നെയാണ്. വലിയ വീടും കാര്യമൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ
എല്ലാവർക്കും അറിയില്ലല്ലോ നമ്മൾ ഉള്ള എന്താന്നുള്ളത്. നമ്മൾ ഉള്ളത്തെ സ്ഥിതി അമ്മക്കല്ലേ അറിയുള്ളൂ. എളാമ്മക്ക് എന്താ ഇവിടെ ബുദ്ധിമുട്ട്, എന്താ ഇവിടെ പ്രശ്നം? ഏ ഷാമിലിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൻ എളാമ്മ പറഞ്ഞു, മോനെ അതൊക്കെ ഇടങ്ങാറ് തന്നെയാണ്. കുട്ടികളെ കാര്യം നോക്കി വളർത്തുക നോക്കലൊക്കെ ഒറ്റക്കൊന്നും നടക്കൂല. അപ്പിളമ്മ നിങ്ങൾ ഒറ്റക്കല്ലിനായിരുന്നോ ഇവിടെ ഞാൻ വരാത്തതിന് മുമ്പ്? അന്ന് നിങ്ങളെ ബാപ്പൊരു മൂലക്കൽ അവിടെ ഉണ്ടായിരുന്നല്ലോ, അതും ഒരു സമാധാനമായിരുന്നു. ഇനിയിപ്പം മൂപ്പര് ഇങ്ങോട്ട് വരവൊന്നും ഉണ്ടാവില്ലല്ലോ. എളാമ്മ ആര് പറഞ്ഞു? ഉപ്പാക്ക് സുഖമായി കഴിഞ്ഞാൽ ഉപ്പ വരും, ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് കേട്ട് എളാമ്മ ഒന്ന് ഞെട്ടി. ഷ്യാമിലേ, ഈ എന്തീ പറയണത്? അതെ, ഉപ്പ വരും, വൈകാതെ തിരിച്ചു വരും. ഉപ്പാക്ക് ഭേദമായി തുടങ്ങിയാൽ. അപ്പോൾ അത് മാറുന്ന അസുഖമാണോ? സ്ട്രോക്ക് വന്നാൽ എല്ലാവരും തളർന്ന് പിന്നെ അങ്ങോട്ട് മരിക്കലല്ലേ? എളാമ്മയുടെ വാക്ക് കേട്ട് ശരിക്കും ഷ്യാമിലൊന്ന് ഞെട്ടി. എന്നിട്ട് പറഞ്ഞു, എളാമ്മ ചികിത്സിക്കുന്നത് അസുഖം ഭേദമാവാനാണ്, അല്ലാതെ കാലാകാലം അവിടെ കൊണ്ടുപോയി ഇടാനല്ല. അപ്പോൾ ഷ്യാമിലെ, ഞാൻ കരുതിഞ്ഞി തിരിച്ചു വരവൊന്നും ഉണ്ടാവില്ലാന്ന്. ആര് പറഞ്ഞു? എൻ്റെ ഉപ്പയെ സംരക്ഷിക്കണം, എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. എൻ്റെ ഉപ്പാക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ വീടല്ലത്. ഇവിടെ പിന്നെ ആര് താമസിക്കാനാ എൻ്റെ ഉപ്പ പോയി കഴിഞ്ഞാൽ? ഷാമിലിൻ്റെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ എളാമ്മ മൗനം പാലിച്ചു. അവരുടെ മനസ്സിൽ പല ചിന്തകൾ. ഞാൻ എൻ്റെ സുഖ ജീവിതം ആസ്വദിക്കാമെന്ന് കരുതിയതായിരുന്നു. അപ്പോൾ പിന്നെ കിളവൻ ഇനിയും ഇങ്ങോട്ട് എഴുന്നള്ളിക്കാനാണോ ഉദ്ദേശം? ഛേ, എന്തിനു വേണ്ടിയിട്ട്? എൻ്റെ ഉള്ള സമാധാനം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടോ? പിറുപിറുത്തുകൊണ്ട് അവർ അടുക്കളയിലേക്ക് ചെന്നു. എന്നിട്ട് അവിടെ നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു, ഷ്യാമിലേ, എന്തൊക്കെ തന്നെയാലും ഇനി ഞങ്ങൾ പാനങ്ങോട്ട് കൊണ്ടുവന്നാലേ എനിക്ക് നോക്കാൻ കഴിയൂല കേട്ടോ. എൻ്റെ തടി കൊണ്ട് എനിക്ക് കഴിയണില്ല, എനിക്ക് ഇന്നെ തന്നെ കഴിയണില്ല. ഇനി മക്കളെ കാര്യത്തിൽ തന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കണം. തടി കൊണ്ട് വേക്കുന്നുണ്ടേ കുഴപ്പമില്ല. ഇതിപ്പോൾ അവിടെ നിന്നോട്ടെ, നിൽക്കണോടത്ത് അവിടെ റാഹത്തായി നിൽക്കണമെങ്കിൽ നിന്നോട്ടെ. അതിനിപ്പോൾ എന്തെങ്കിലും പൈസയും കാര്യം അയച്ചു കൊടുത്താൽ പോരെ? ഇവിടെ കൊണ്ടുവന്നിട്ട് എന്താ, എന്നെക്കൊണ്ട് നോക്കാൻ കഴിയൂല. അതാണ് എന്നോട് ഞാൻ പെണ്ണ് കെട്ടിക്കോ പറഞ്ഞത്, ഉപ്പാനെ നോക്കാൻ ഒരാൾക്കും വേണ്ടിയിട്ട്. അപ്പം അന്ന് ഈ കേട്ടില്ല. ഇനിയും ഇടങ്ങാറാക്കരുത് കേട്ടോ. എളാമ്മ, ഉപ്പാനെ നോക്കാൻ വേറൊരു ഉമ്മ വന്നാലോ? ആ ഒരു വാക്ക് കേട്ട് ശരിക്കും അവർ ഞെട്ടിപ്പോയി. എന്താ നീ പറയണത്? ഇജ്ജ് ഓരോന്ന് അനാവശ്യം തൊള്ളി തോന്നിയത് ഇവിടെ നിന്ന് പറയണ്ട കേട്ടോ. ആ മക്കൾ കേൾക്കണ്ട ഇതൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അവർ അകത്തേക്ക് കയറി വാതിലടച്ചു. ഷ്യാമിൽ അന്ന് വൈകുന്നേരം അങ്ങാടിയിലേക്ക് ഇറങ്ങുകയാണ്. മക്കളെ, ഇക്കൊക്കെ പോയിട്ട് വരാം, എന്താ കൊണ്ടുവരേണ്ടത്? എളാമ്മ ദേഷ്യത്തോടെ അവരെ നോക്കുന്നു. എപ്പോഴൊരു ഇക്കാക്കയാണ്. എന്താ മക്കൾക്ക് വേണ്ടത്? അത് ഇക്കാക്ക, ഞങ്ങൾക്ക് ഷവർമ്മ കൊണ്ടുവരണം. മക്കളെ, അതൊക്കെ എത്ര നല്ല കാര്യമാണോ? ഞാൻ കൊണ്ടുവരാം കേട്ടോ. അങ്ങനെ അതാ ഷാമിൽ പുറത്തേക്ക് ഇറങ്ങി. അങ്ങാടിയിലെത്തിയപ്പോൾ തൻ്റെ കൂട്ടുകാരൻ സിയാദ് ഷാമിലിൻ്റെ അടുത്തേക്ക് വന്നു. ഷാമിലെ, എന്തൊക്കെയാടാ? അല്ല, നീ എന്നാ പോകുന്നത്? ഞാൻ 2 ദിവസത്തിനുള്ളിൽ പോകൂടാ. ഉപ്പ ഹോസ്പിറ്റലിലാണ്. പിന്നെ ഉപ്പാക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾക്കൊക്കെ ക്യാഷ് അത്യാവശ്യം വരുന്നതാണ്. അപ്പോൾ എൻ്റെ അറബിച്ച് വിളിക്കുന്നുണ്ട്. നിനക്ക് സുഖമാണല്ലോ, നിനക്ക് നിൻ്റെ അവിടെ നീ ഷെയ്ഖിൻ്റെ ഒപ്പം അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞ് കേൾക്കുന്നത്. എടാ, അതൊക്കെ ശരിയാണ്. പക്ഷേ നമുക്ക് നമ്മളുടേതായ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ വെറുതെ ക്യാഷ് കിട്ടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ജോലി എടുത്ത് ക്യാഷ് ഇട്ട് പറയുമ്പോൾ അതൊരു അന്തസ്സ് തന്നെയാണ്. വെറുതെ കിട്ടുന്നതിനിപ്പോൾ എന്താ? എടാ, എന്തൊക്കെ തന്നെ നമുക്കൊരു വിസ ശരിയാക്കണം കേട്ടോ. നീ ഇൻഷാ അല്ലാ. ഏതായാലും ഇപ്രാവശ്യം എൻ്റെ കൂടെ എൻ്റെ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട്, അതായത് മുത്തുക്ക്. മുത്തുക്കേ, അത് ശരി. അവൻ്റെ കല്യാണമൊക്കെ എന്തായടാ? അവൻ്റെ കല്യാണം ഒന്നും ആയിട്ടൊന്നുമില്ല. ഇൻഷാ അല്ലാ എന്തെങ്കിലുമൊക്കെ ആക്കണം. അവൻ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ലല്ലേ? എന്നാൽ അവൻ്റെ ഒരു സ്നേഹം കണ്ടില്ലേ? ഒരു പെണ്ണിനെ സ്നേഹിച്ചതുകൊണ്ട് മറ്റൊരു പെണ്ണിനെ നോക്കൂല, കല്യാണം കഴിക്കൂല എന്നുള്ളൊരു വാശിയിലാണ് ഓൻ നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഓൻ്റെ ഉമ്മയും മരിച്ചില്ലടാ. ഏതായാലും വല്ലാത്ത സങ്കടമായി. പിന്നെ ഷാമിലെ, എന്നോടടാ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട്, എനിക്ക് കറക്റ്റ് അറിയൊന്നുമില്ല, പറയാൻ പാടില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് എന്നോടൊന്ന് സൂചിപ്പിക്കണം. അല്ല, ആ ഷൗക്കത്തുണ്ടല്ലോ, നമ്മളെ ആ പള്ളിപ്പടിയിലല്ലേ ഷൗക്കത്ത്? എന്താ നിനക്കറിയില്ലേ? അറിയാം, വല്ലാതെ അങ്ങോട്ട് പരിചയമില്ല, എന്നാലും അറിയാം, കുഴപ്പമൊന്നുമില്ല. എന്ത് ഷൗക്കത്ത് എല്ലാവരുടെയും നല്ല മെയിൻ ആളൊക്കെയാണല്ലോ. അതിനെന്താ? എനിക്ക് അത്ര വലിയൊരു പരിചയമൊന്നുമില്ല. എന്നോടൊരിക്കലൊക്കെ സംസാരിച്ചിരുന്നോ? പിന്നെ ഷൗക്കത്തിനൊന്ന് കരുതുന്നത് നല്ലതാണ് കേട്ടോ. എന്താ സിയാദ് നീ പറയണത്? എന്തിനു കരുതുക? അല്ലേ, വീട്ടിലേക്ക് വരവും പോക്കും. ശരിക്കും ഷാമിലിനെ അത് കേട്ടപ്പോൾ ആകെ അങ്ങ് വിറച്ചു പോയി. സിയാദേ, വേണ്ടാത്തൊരൊന്നും പറയരുത് കേട്ടോ. എന്ത് കാര്യത്തിന്? ആരെ കാണാനേ?
അല്ലേ, പറഞ്ഞ് കേട്ടതാണ്. അത് ടൂറ് പോവുക അങ്ങനത്തൊക്കെ സംഭവം. അപ്പോഴാണ് അവൻ അത് ഓർത്തത്. അന്ന് കാറിൽ എളാമയെ കൊണ്ടാക്കി തന്ന ഷൗക്കത്ത്. എടാ, എന്തിനാണ് വെറുതെ ഓരോന്ന് ചിന്തിക്കണം? എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു. വന്ന് കറക്റ്റ് ഞാൻ കണ്ടതന്നെയാണല്ലോ. നീ കണ്ടോ? അതെ, ഞാൻ കണ്ടതാണ്. അത് ഒരു ഹെൽപ്പ് ചെയ്തതല്ലേ, അതിനിപ്പോൾ എടാ, ഒരു കണ്ണുണ്ടാണ് നല്ലതാണ് കേട്ടോ. ഓൻ അത്ര ആൾ ശരിയല്ല. ഓനെന്ന് വെച്ചാലേ ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് കേട്ടോ. എന്നാൽ ഷാമിലിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഹേയ്, എന്നാൽ എളാമയെക്കുറിച്ച് അങ്ങനെ ഒരു വാക്കുകളൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും ഷാമിലിനത് വല്ലാത്തൊരു സങ്കടമായി തീർന്നു. അവൻ മക്കൾ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങി. കൂട്ടത്തിൽ എളാമക്കുള്ളതും വീട്ടു സാധനങ്ങളും എല്ലാം വാങ്ങി. സത്യം പറഞ്ഞാൽ അവൻ്റെ ഉപ്പയുടെ ഭാര്യയാണ് എളാമ. അവരെക്കുറിച്ച് അങ്ങനെ തെറ്റായൊരു ചിന്താഗതി പറയുന്നത് ഷാമിലിന് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അവൻ്റെ മനസ്സാകെ വല്ലാതെ വേദനിക്കുകയാണ്. എന്നാലും ഇപ്പം അങ്ങനെ പറഞ്ഞത് എന്താ? ശരിയാണ്, അന്ന് എളാമ വരുന്ന ഞാൻ കണ്ടിരുന്നു. അത് എന്നോട് പറഞ്ഞത് ബസ് ഇങ്ങോട്ട് വരില്ല, അപ്പോൾ പിന്നെ ലേറ്റായപ്പോഴേ എന്നെ വീട്ടിലേക്ക് ആക്കി തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തതാണ് എന്നാണ്. ഞാനൊരു നല്ല കാര്യം ചെയ്തതല്ലേ എന്നേ വിചാരിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തൊക്കെ ആയിട്ട് വേറൊന്നും റബ്ബേ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അന്ന് വളരെയധികം വിഷമത്തോടെയും സങ്കടത്തോടെയാണ് ഷാമിൽ വീട്ടിലേക്ക് ചെല്ലുന്നത്. കാരണം ഞാൻ പോകാൻ വെറും 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അത് കഴിഞ്ഞാൽ ഞാൻ പോകണം. എൻ്റെ മക്കൾ റബ്ബേ നീ കാത്തുരക്ഷിക്ക്. അന്ന് ശോകമുഖമായിട്ടാണ് അവൻ വീട്ടിലേക്ക് കയറി വന്നത്. ഷാമിൽ എല്ലാവർക്കുമുള്ള മക്കൾ പറഞ്ഞ ഷവർമയും സാധനങ്ങളും വീട്ടിലേക്കുള്ള ആവശ്യമുള്ള എല്ലാം വാങ്ങിയിട്ട് അവിടെ കൊടുത്തു. അവന് കൂടുതലൊന്നും സംസാരിക്കാനുണ്ടായിരുന്നില്ല. അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഓരോ ചിന്തകളായിരുന്നു. റബ്ബേ, എന്താ റബ്ബേ ഞാനീ കേട്ടത്? സത്യം പറഞ്ഞാൽ എനിക്ക് അവന് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. എളാമ അങ്ങനെ ചെയ്യൂ? ഒന്നുമില്ലെങ്കിൽ 2 മക്കളല്ലേ എളാമാക്ക്. പിന്നെ അതുമല്ല, അതൊക്കെ തോന്നലായിരിക്കും. അതന്ന് കണ്ടപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. അവന് മൗനം പാലിച്ചു. ഒന്നുമില്ലെങ്കിൽ ഉമ്മയുടെ സ്ഥാനത്തല്ലേ അവർ ഞാൻ കാണേണ്ടത്. തൻ്റെ ഉമ്മ അങ്ങനെ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ അതുപോലെ തന്നെയല്ലേ എളാമ ചെയ്യുന്നത്? അതൊന്നും ഉണ്ടാവില്ല. അവൻ മനസ്സിനെ പറഞ്ഞ് ശാന്തമാക്കി. എന്നാൽ അന്ന് ഷാമിലത ഡൈനിങ് ഹാളിലെ ആ ഒരു സോഫയിൽ വെറുതെ ഒന്നിരുന്ന് ഫോണിലേക്ക് നോക്കി. പെട്ടെന്നാണ് അവൻ അത് ശ്രദ്ധിച്ചത്. അതെ, ആ ഒരു സോഫയിലതാ ഒരു പേഴ്സ്. ശരിക്കും അവൻ ഞെട്ടിപ്പോയി. ഇത് എൻ്റെ പേഴ്സല്ല ഒരിക്കലും. ഇത് പക്ഷേ പറഞ്ഞതുപോലെ തന്നെ അതിൽ അവൻ്റെ അഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. ഷൗക്കത്ത്, അത് ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ATM കാർഡ് നമ്പർ, ലൈസൻസ് മുതലായവയെല്ലാം ആ ഒരു പേഴ്സിൽ ഉണ്ടായിരുന്നു. ഒരു നിമിഷം അവനത് കയ്യിൽ കിട്ടി. അവനാകെ വിറച്ചു പോയി. അല്ലാ, അപ്പോൾ ഞാൻ റബ്ബേ കേട്ടത് സത്യമാണോ? അവൻ്റെ ഹൃദയം പൊട്ടി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എങ്ങനെ ഇത് സാധിക്കുന്നു അവരെക്കൊണ്ട്? എങ്കിലും ഈ പേഴ്സ് ഇവിടെ വരാൻ കാരണം അതിൻ്റെ പിന്നിൽ എന്തായിരിക്കും? അവൻ ഞെട്ടിത്തരിച്ചു പോവുകയാണ്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.